ഹലോ ഗൈസ്, എല്ലാവർക്കും പെട്രോൾ പമ്പിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നിങ്ങളൊരു 1,50,000 രൂപ മുതൽ ഒരു 2-2.5 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള, അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, കൊണ്ട് നടക്കാൻ അത്യാവശ്യം ഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വാഹനം നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഫിയറ്റ് പുണ്ടോ 1.3 മൾട്ടിജെറ്റ് ഡീസൽ. ഫിയറ്റ് പുണ്ടോ എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്നൊരു ഡൗട്ടുണ്ട്. ഓൾറെഡി ഇന്ത്യയിൽ നിന്ന് പോയൊരു ബ്രാൻഡാണ് ഫിയറ്റ്. പോരാത്തതിന് പുണ്ടോ എന്ന് പറയുമ്പോൾ അത്യാവശ്യം പഴക്കമുള്ളൊരു വാഹനം കൂടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോയ ഇത്രയും പഴക്കമുള്ളൊരു വാഹനം എടുത്താൽ തലവേദനയാകുമോ എന്നൊരു ടെൻഷൻ പലർക്കും കാണും. പക്ഷേ ഈ വാഹനത്തിൻ്റെ USP എന്ന് പറയുന്നത് ഇതിനുള്ളിലിരിക്കുന്ന എഞ്ചിനാണ്. ഇതിൽ വരുന്നത് ഒരു 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിനാണ്. ഫിയറ്റിൻ്റെ തന്നെ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ. ഈ എഞ്ചിനാണ് ഈ വണ്ടിയെ ഇത്ര സ്പെഷ്യൽ ആക്കുന്നത്. ഈ എഞ്ചിൻ ഏതൊക്കെ വാഹനത്തിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റിലയബിലിറ്റിയുടെ ഇഷ്യൂ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും. പണ്ടേ വാഹനം റിലയബിൾ ആയിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോയ ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ റിലയബിലിറ്റിയുടെ കാര്യം പറയുന്നത്. മാരുതി സുസുക്കി, ഫിയറ്റ്, ടാറ്റ, ഷെവർലെ, പ്രീമിയർ, ഈ പറഞ്ഞ 5 ബ്രാൻഡ് വാഹനങ്ങളിലും കോമൺ ആയിട്ട് വന്നിരുന്ന ഒരു എഞ്ചിനായിരുന്നു ഈ പറയുന്ന 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ. ഈ പറഞ്ഞ 1.3 തന്നെയാണ് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് മുതൽ എസ് ക്രോസ് വരെയുള്ള വാഹനങ്ങളിലും സ്റ്റാൻഡേർഡായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രയോ ലക്ഷം കാറുകളിൽ വന്ന ഒരു എഞ്ചിനാണ് ഈ പറയുന്ന 1.3 മൾട്ടിജെറ്റ്. വിച്ച് മീൻസ് ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡിനെ പറ്റി അധികം നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാര്യം ഈ പറഞ്ഞ എഞ്ചിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സുകളും നമുക്ക് ഇപ്പോഴും റെഡിലി അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ സർവീസ് സെൻറ്ററിലുള്ളവർക്കും അല്ലെങ്കിൽ മെക്കാനിക്കുകൾക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള എഞ്ചിനാണ് ഈ പറയുന്ന 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ. അത്യാവശ്യം ഓടിക്കാൻ ഫൺ ടു ഡ്രൈവ് ആണ്. പോരാത്തതിന് നല്ല ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിൻ കൂടിയാണ്. ഈവൻ ഇപ്പോഴും ഈ ഒരു വാഹനത്തിൽ അറൗണ്ട് 20 കിലോമീറ്ററിന് മൈലേജിന് മുകളിൽ അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് 20 കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല ഫിഗേഴ്സാണ്. സോ വലിയ രീതിയിലുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ വാഹനത്തിൻ്റെ കോസ്മെറ്റിക് സൈഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള പാർട്സിൻ്റെ കാര്യത്തിൽ ചിലപ്പം സോഴ്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തേക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളൊരു സ്വിഫ്റ്റാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ ഒരു ഹെഡ് ലാമ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടും. പക്ഷേ പുണ്ടോയുടെ കാര്യത്തിൽ ചിലപ്പം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഷോപ്പുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനിൽ ഇതിൻ്റെ ഇങ്ങനെയുള്ള കോസ്മെറ്റിക് പാർട്സുകൾ കിട്ടത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കി എല്ലാ സൈഡും നോക്കുമ്പോൾ വാഹനം സ്റ്റിൽ ഓൺ ചെയ്യുന്നത് ഒരു തലവേദനയായിട്ട് ആരും പറയാറില്ല. ഈവൻ ഈ വാഹനം പോലും 2011 എടുത്തൊരു വണ്ടിയാണിത്. അറൗണ്ട് 12-13 വർഷത്തോളം ആവുന്നു. ഇതുവരെ ഈവൻ ഫിയറ്റ് ഇന്ത്യയിൽ നിന്ന് പോയിട്ട് പോലും യാതൊരു തലവേദനകളും വണ്ടി ഉണ്ടാക്കി വെച്ചിട്ടില്ല. പണി വരുന്ന സമയത്ത് ഇപ്പോൾ സ്വിഫ്റ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പാർട്സിന് കുറച്ചുകൂടെ കോസ്റ്റ് വരുന്നുണ്ട്. ഒരു ഇറ്റാലിയൻ കാറാണ് അല്ലെങ്കിൽ യൂറോപ്യൻ കാറാണ്, അപ്പോൾ അതിൻ്റേതായ ചില പെക്യുലാരിറ്റീസ് ഉണ്ട്. ഇനി പറഞ്ഞ പോലെ ഇതിന് തന്നെ ഒരു 1.2 പെട്രോളും ഒരു 1.4 പെട്രോളും വരുന്നുണ്ടായിരുന്നു. ഈ 1.2 1.4 അതുപോലെ 1.3 ഡീസലിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ചൂസ് ചെയ്യാൻ പറയുന്നത് ഈ പറഞ്ഞ 1.3 മാത്രമാണ്. അതാണ് നമ്മുടെ ഒരു പേഴ്സണൽ പിക്ക് എന്നും പറയുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ മുതൽ ഇപ്പം OLXിലേക്ക് കയറി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 2 ലക്ഷം രൂപയ്ക്കകത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കണ്ടീഷനിൽ വണ്ടികൾ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓടിക്കാൻ രസവും അതുപോലെ ഡൈനാമിക്സ് ഒക്കെയാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫിയറ്റ് പുണ്ടോ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് വാക്കറുണ്ടോ എന്ന് നോക്കുന്നില്ല. ഇപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ ഉള്ള ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പ്രധാനമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വണ്ടിയുടെ കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. സ്റ്റൈലിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു ഇറ്റാലിയൻ പെഡിഗ്രി എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഡിസൈനായിരുന്നു ഫിയറ്റ് പുണ്ടോയ്ക്ക് വന്നുകൊണ്ടിരുന്നത്. ഡിസൈനെ പറ്റിയൊന്നും അധികം വിവരിക്കേണ്ട കാര്യമില്ല, നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ളൊരു വാഹനമാണ്. സോ എന്തായാലും ഹുഡ് ഓപ്പൺ ചെയ്ത് ആ ഒരു എഞ്ചിൻ ബേ നമുക്ക് നോക്കാം. ഇതാണ് ഫിയറ്റിൻ്റെ ആ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ 1.3 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ. മുകളിൽ തന്നെ മൾട്ടിജെറ്റിൻ്റെ ബാഡ്ജിങ് കാണാം. പോരാത്തതിന് ഈ ഒരു ഗ്രില്ലിൻ്റെ പോർഷനിലായിട്ട് മൾട്ടിജെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എഞ്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് 2 സ്റ്റേറ്റ് ഓഫ് ട്യൂണിങ്ങിൽ നമുക്ക് പുണ്ടോയിൽ അവൈലബിൾ ആയിരുന്നു. 75 bhpയും അതുപോലെ തന്നെ 90 bhpയും. സ്റ്റാൻഡേർഡായിട്ട് 75 bhpയും അതുപോലെ തന്നെ ടോപ്പിൻ്റെ 2 വേരിയൻസിൽ നമുക്ക് 90 bhpയിലും കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് 75 bhp ആണ്. ഈ ഒരു വാഹനം ആ ഒരു 75 bhp തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാന USP ഞാൻ പറഞ്ഞു, ഡൈനാമിക്സും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും കൂടെയാണ്. കാര്യം ഈ ഒരു എഞ്ചിൻ വരുന്ന ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ നിരത്തിൽ അവൈലബിൾ ആണെങ്കിലും ഈ ഒരു വാഹനത്തെ അതിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഇറ്റാലിയൻ ഡിസൈൻ ലാംഗ്വേജും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സോളിഡ് ബിൽഡും ആയിരുന്നു. ഇപ്പോഴും ഈ ഒരു വണ്ടിയുടെ ബോണറ്റിലൊക്കെ നമ്മൾ പിടിക്കുന്ന സമയത്ത് ആ ഒരു റോബസ്റ്റ് ബിൽഡ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ടോപ്പ് എൻഡിൻ്റെ തൊട്ട് താഴെ വരുന്ന ഇമോഷൻ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സോ കാര്യങ്ങളൊന്നും ഒന്നും വരുന്നില്ലായിരുന്നു. DRLs വന്ന സ്റ്റാൻഡേർഡ് അല്ലായിരുന്നു. ദെൻ ബോഡി കളർഡ് ORVMസും ബോഡി കളർഡ് ഡോർ ഹാൻഡിൽസും വരുന്നുണ്ടായിരുന്നു. മുകളിൽ ആൻറ്റിന കൊടുത്തിട്ടുണ്ട്. ദെൻ റിയർ ലൈറ്റ് വരുമ്പോൾ വൈപ്പറും ആസ് വെൽ ആസ് ഡിഫോഗറും നമുക്ക് കാണാമായിരുന്നു. അന്നേ നമുക്ക് കിട്ടുന്നത് ഒരു ഫ്ലിപ്പ് കീ ആയിരുന്നു. ഈവൻ ഇപ്പോഴത്തെ പല കാറുകളിലും കിട്ടുന്നതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്ലിപ്പ് കീ അന്നേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇത് സ്റ്റോക്ക് കീ തന്നെയാണ്. ഇതുവരെ യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് ന്യൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കീ ആണ്. ലോക്ക്, അൺലോക്ക് ബട്ടൺ അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന ബട്ടൺ ഇപ്പോൾ കറൻറ്റ്ലി വർക്ക് ചെയ്യുന്നില്ല. നമുക്കിനി ബൂട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
ബൂട്ട് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ടാണ്, പക്ഷേ ലോഡിംഗ് ലിപ്പ് കുറച്ച് ഹയറാണ്. പണ്ട് ഈ ഒരു വാഹനം ഏറ്റവും കൂടുതൽ ചീത്തകൾ കേട്ടത് ഈ ഒരു ലോഡിംഗ് ലിപ്പിൻ്റെ കാര്യം കൊണ്ടാണ്. അത്യാവശ്യം നല്ല ഡെപ്ത് ഉണ്ട് ഈ ഒരു ബൂട്ടിൻ്റെ ലോഡിംഗ് ലിപ്പിന്. ഉള്ളിലായിട്ടൊരു ഹാലജൻ ലാമ്പ് വരുന്നുണ്ട്, സ്പെയർ വീലൊക്കെ ഇതിൻ്റെ അടിയിലാണ്. 60/40 സ്പ്ലിറ്റിംഗ് സീറ്റും അതുപോലെ തന്നെ പാഴ്സൽ ഷെൽഫും വരുന്നുണ്ടായിരുന്നു. റിയറിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം കാഴ്ചയിൽ സ്പേഷ്യസ് ആണ്, പക്ഷേ ലെഗ് റൂം പേഴ്സണലി നമുക്ക് കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മുട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിൽ വരയുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂപ്ഡ് ഔട്ട് ആയിട്ടുള്ള സീറ്റുകൾ ഇല്ലാത്തതും ഈ ഒരു ലെഗ് റൂമിനെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഹെഡ് റൂമിൻ്റെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഹെഡ് റൂം ഉണ്ട്. സീറ്റിൻ്റെ ഇൻക്ലിനേഷനൊക്കെ പക്കയാണ്, അത്യാവശ്യം കംഫർട്ടബിലിറ്റി ഉണ്ട്. 2 പേർക്ക് ഈ പറഞ്ഞ സീറ്റ് കുറച്ച് മുന്നിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ 4 ഡോസിൽ നമുക്ക് പവർ വിൻഡോസ് വരുന്നുണ്ടായിരുന്നു. സ്പീക്കർ പ്ലേസ്മെൻറ്റ് കാണാം. ഇത് ഐ തിങ്ക് ട്വിറ്റർ ആണെന്ന് തോന്നുന്നു. പിന്നെ കാഴ്ചയിലും എല്ലാം അത്യാവശ്യം സോളിഡ് ബിൽഡാണ്. ഒരു പ്രീമിയം ഫീൽ അന്നേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫീൽ ചെയ്യുമായിരുന്നു. വാഹനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ആ ഒരു റിയൽ ഇറ്റാലിയൻ ഫിനിഷ് അല്ലെങ്കിൽ ആ ഒരു ഇറ്റാലിയൻ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരുമ്പോൾ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസും ORMൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാണാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഫംഗ്ഷൻ നമുക്ക് വരുന്നുണ്ടായിരുന്നു, ഫോൾഡിംഗ് ഫംഗ്ഷൻ ഇല്ല. പിന്നെ വാഹനം ജസ്റ്റ് ഒന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഈ പറഞ്ഞ മീറ്റർ ക്ലസ്റ്ററിലെ ഈ ഡിസ്പ്ലേ ഒരു IC കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഇത് റെഡിയാക്കിയതായിരുന്നു, ഒരു IC കിട്ടാനുള്ള പാട് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു MID ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്നില്ല. അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആയിരുന്നു, കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണിത്. ഇതിൽ പക്ഷേ ഡീസലിൽ നമുക്ക് റെഡ് ലൈനിങ് എത്ര ആണെന്നുള്ളത് ഈ ഒരു ടാക്കോമീറ്ററിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാം. പിന്നെ ഈ ഒരു MIDയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇത് വർക്കിംഗ് ആയിരുന്നെങ്കിൽ അത്യാവശ്യം നല്ല ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു അപ്പ് മാർക്കറ്റ് ഫീലുള്ള ഒരു MID തന്നെയായിരുന്നു. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളരെ ആക്സസ് ചെയ്യാൻ എളുപ്പം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കീ ഇടുന്ന ഹോൾ അല്ലെങ്കിൽ ആ ഒരു പ്രൊവിഷൻ നമുക്ക് വരുന്നത്. പിന്നെ ഡ്രൈവർ സൈഡിലേക്ക് ടിൽറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു സെൻറ്റർ കൺസോളിൽ വരുന്നത്. ഒരു ട്യൂണിംഗ് മ്യൂസിക് പ്ലെയർ നമുക്ക് അന്നേ വരുന്നുണ്ടായിരുന്നു, CD ഒക്കെ ഇടാൻ പറ്റുന്ന രീതിയിൽ. താഴെയായിട്ട് മാനുവൽ AC കൺട്രോൾസ് ഉണ്ട്. അന്ന് ടോപ്പ് എൻഡിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഓട്ടോമാറ്റിക് ACയും അതുപോലെ സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ടായിരുന്നു. ഈ ഒരു വേരിയൻറ്റിൽ അതില്ല. ദെൻ സെൻട്രലായിട്ട് വരുമ്പോൾ ഹാൻഡ് ബ്രേക്കും ഒരു 12 വോൾട്ട് സോക്കറ്റും ഗിയർ ലിവറും കാണാം. അത്യാവശ്യം ഇൻറ്റീരിയർ പ്രീമിയം ആയിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ഒരു വാഹനത്തിൻ്റെ USP ആയിട്ട് നമുക്ക് പറയാം. അടഞ്ഞു. ദെൻ ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ 2 ലൈറ്റുകൾ കാണാൻ പറ്റിയത്. കാഴ്ചയിൽ ലൈറ്റ് എല്ലാം തോന്നുമെങ്കിലും ഓണായി കഴിയുമ്പോഴാണ് ഇത് ലൈറ്റാണെന്ന് മനസ്സിലാവുന്നത്. അതൊക്കെ അത്യാവശ്യം വളരെ യുണീക്കാണ്. പിന്നെ മാനുവലി ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു IRVയും കൊടുത്തിട്ടുണ്ട്. കോ ഡ്രൈവർ വൈസറിലൊരു മിററും ഡ്രൈവർ വൈസറിലൊരു ടിക്കറ്റ് ഹോൾഡറും ഉണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റ് ബെൽറ്റുകൾ നമുക്കന്ന് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഡ്രൈവർ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ട്. യെസ്, ഡ്രൈവർ സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ വരുന്നുണ്ടായിരുന്നു. സീറ്റ് അത്യാവശ്യം ഇരിക്കാനൊക്കെ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഒരു എർഗണോമിക് വൈസ് പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുഡ് വെല്ല് കുറച്ച് ക്രാംഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം സ്പേസ് ആയിട്ട് തോന്നുമെങ്കിലും കാലെടുത്ത് വെച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇച്ചിരി ഞെരുക്കമുള്ളൊരു ഫുഡ് വെല്ലാണ്. കോ ഡ്രൈവർ സൈഡിലും ആ ഒരു ഞെരുക്കം നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. അത്തരത്തിലുള്ള കുറച്ച് എർഗണോമിക് ഫ്ലോസ് അന്ന് ഈ ഒരു വാഹനത്തിനുണ്ടായിരുന്നു. വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, അതായത് ഇപ്പോൾ ഈ ഒരു കാലത്ത് ഈ വണ്ടി ഓടിക്കാൻ എങ്ങനെ ഉണ്ട്, അതുപോലെ തന്നെ ഇതെടുക്കാൻ വരുന്ന മെയിൻ്റനൻസിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. സോ നമ്മൾ ഫിയറ്റ് പുണ്ടോ 1.3 ഓടിക്കുകയാണ്. വണ്ടിയുടെ എഞ്ചിനെ പറ്റിയുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു എഞ്ചിനെ നാഷണൽ എഞ്ചിൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ നാഷണൽ എഞ്ചിൻ എന്നൊക്കെ ആയിരുന്നു വിളിക്കുന്നത്. കാര്യം ഇത്രത്തോളം വാഹനങ്ങൾ വന്നുകൊണ്ടിരുന്നതുകൊണ്ട്. സോ എഞ്ചിനാണ് ഈ ഒരു വണ്ടിയുടെ പ്രധാന ഹൈലൈറ്റ്. അത്യാവശ്യം ഓടിക്കാൻ നല്ല എന്തൂസിയാസം ഉള്ള ഒരു എഞ്ചിനാണ്. അതിനോടൊപ്പം തന്നെ ഫ്യൂൽ എഫിഷ്യൻറ്റുമാണ്. ഈ ഒരു വാഹനത്തിൽ ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ വൈഫ് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അപ്പോൾ 2011 ലാസ്റ്റാണ് ഈ ഒരു വണ്ടി ഡെലിവറി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു വാഹനം വീട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു 12 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വണ്ടി അറൗണ്ട് 20 കിലോമീറ്ററിന് മേളിൽ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് തരുന്നുണ്ട്. അത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വലിയ USP തന്നെയാണ്. അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിക്ക് പുറമെ പവർ, നമുക്ക് ഈ ഒരു വാഹനം 2 സ്റ്റേറ്റ് ഓഫ് ട്യൂണിങ്ങിലാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. 75 bhpയും 90 bhpയും. ഈ പറഞ്ഞ 75 bhp 90 bhpയും ഓടിക്കുന്ന ടൈമിൽ ഒരു 3000 RPM വരെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആ ഒരു ഇനിഷ്യൽ പിക്കപ്പും സ്പീഡ് കയറുന്ന രീതിയൊക്കെ ഒരു 3000 RPM വരെ സിമിലർ ആണ്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 3000 RPM ഈ പറഞ്ഞ 90 bhp ഉള്ള വേർഷന് നമുക്ക് കുറച്ചുകൂടെ ടോർക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്യാം. ഒരു ടോർക്ക് കുറയുന്നതായിട്ട് നമുക്ക് 90 bhpയിൽ ഫീൽ ചെയ്തില്ല. വേറെ ഈ പറഞ്ഞ 75 bhpയിൽ നമുക്ക് ആ ഒരു ടോർക്ക് കുറയുന്നത് ഫീൽ ചെയ്യും. ഈ ഒരു വാഹനം, ഈ ഒരു എഞ്ചിൻ നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ ലൈഫിൽ ഒരു വണ്ടിയിലെങ്കിലും മിനിമം നമ്മൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ എഞ്ചിനുള്ള ഒരു വാഹനമെങ്കിലും നമ്മുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരിക്കും. കാര്യം മാരുതിയുടെ നല്ലൊരു ശതമാനം വാഹനങ്ങളിലും സ്റ്റാൻഡേർഡായിട്ട് വന്നുകൊണ്ടിരുന്നത് ഈ ഒരു 1.3 ആണ്.
അവരുടെ സ്വിഫ്റ്റ് മുതൽ എസ്ക്രോസ് വരെ. എസ്ക്രോസ് ആദ്യം ലോഞ്ച് ചെയ്തപ്പോൾ ആ ഒരു 1.6 കൊടുത്തെങ്കിലും പിന്നീട് 1.6 വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് തിരിച്ച് ഈ ഒരു 1.3 ആണ് കൊടുത്തത്. സോ അത്രയ്ക്ക് കോമൺ ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത്. ഞാനിപ്പം മെയിൻ റോഡിലോട്ട് കയറിയിട്ട് ഈ ഒരു വണ്ടിയുടെ ആ ഒരു പവർ കയറുന്നതും ഓടിക്കാനുള്ള ത്രില്ലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഈ ഒരു പവറും മൈലേജും ഒക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾ ബാക്കി 1.3 ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്ന ഫീലല്ല ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്നത്. സ്റ്റിൽ ഈ പറഞ്ഞ 12 വർഷങ്ങൾക്ക് ശേഷവും ഈ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വെൽ പ്ലാനഡ് ഫീലാണ്. അതായത് ഇച്ചിരി നല്ല സ്പീഡിൽ ഇച്ചിരി ചവിട്ടി കയറി ഓടിക്കുമ്പോഴും ഈ ഒരു വണ്ടി തരുന്ന കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് അധികം വാഹനങ്ങളിലൊന്നും കിട്ടാത്തതാണ്. ഇത്രയും വർഷം പഴക്കമുള്ളൊരു വാഹനവും കൂടി ആയതുകൊണ്ട് നമുക്ക് പുതിയ റാറ്റ്ലിംഗ് ഇഷ്യൂസ് ഒക്കെ വരേണ്ടതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ ഇപ്പം അത്യാവശ്യം ബാഡ് റോഡ്സിലൂടെ പോവുകയാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ അത്രയും മോശം റോഡിലൂടെ കയറി വന്നിട്ട് പോലും വണ്ടിയിൽ ഇവിടെ കുറച്ച് ചില്ലറ കിടന്ന് കിലുങ്ങുന്നതല്ലാതെ വേറെ അനക്കവും കിലുക്കവും ഒന്നും വാഹനത്തിലില്ല. സോ ഒരു പ്രോപ്പർ വെൽ ബിൽറ്റ് കാറാണ്. ഒരിക്കലും നിങ്ങൾ ഈ ഒരു ബഡ്ജറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല കാർ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഓൾട്ടോ കേട്ടണോ അല്ലെങ്കിൽ ഒരു വാഗണർ ആയിരിക്കും. ഒരു 2013, 14 അല്ലെങ്കിൽ 15 ആ ഒരു പീരീഡിലുള്ള വണ്ടി ആയിരിക്കും ഒരു 2-2.5 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത്. വേറെ ആ പൈസയ്ക്ക് നിങ്ങൾ ഒരു അത്യാവശ്യം നല്ല കണ്ടീഷനിൽ നല്ല രീതിയിൽ യൂസ് ചെയ്ത ഒരു 1.3 ഫിയറ്റ് പുണ്ടോ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബെറ്റർ പർച്ചേസ്. ആസ് എ വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തികച്ചും സെൻസിബിൾ ആയിട്ടുള്ള സജഷൻ തന്നെയാണ് പുണ്ടോ 1.3. പിന്നെ ഇതിന്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ഹോട്ടസ്റ്റ് ഹാച്ച് ഉണ്ട് നമുക്ക് അബാർത്ത് പുണ്ടോ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അധികം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അത്യാവശ്യം നല്ലൊരു അബാർത്ത് പുണ്ടോ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. സോ ഇന്ന് നമ്മൾ ഈ ഒരു 1.3 മൾട്ടിജെറ്റ് 75 bhp കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഓടിക്കാനുള്ള കംഫർട്ടബിലിറ്റി കാര്യങ്ങൾ പറഞ്ഞു. വണ്ടി കാല് കൊടുത്താൽ സുഖത്തെ സ്പീഡ് കയറി പോകും. ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. അത്യാവശ്യം നല്ല റോബസ്റ്റ് ഫീലാണ് വണ്ടി ഓടിക്കുമ്പോഴും. വലിയ ഉള്ളിലിരിക്കുമ്പം റൈഡിങ് കംഫർട്ടബിലിറ്റി ആണെങ്കിലും വലിയ കുലുക്കമൊന്നുമില്ല. അത്യാവശ്യം മോശം റോഡുകളിൽ കൂടെ പോകുമ്പോൾ പോലും നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് ക്യാബിനിലേക്ക് വരുന്നില്ല എന്നുള്ളത് ആ ഒരു ഇറ്റാലിയൻ അല്ലെങ്കിൽ ആ ഒരു യൂറോപ്യൻ ബിൽഡിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. പിന്നെ ഈ ഒരു വാഹനം എടുക്കുമ്പോൾ പലർക്കും ഉള്ള ടെൻഷനുകളിലൊന്ന് ഈ വണ്ടിയുടെ മെയിൻ്റനൻസ്. അപ്പോൾ പണ്ട് അധികം ആൾക്കാർക്ക് ഈ ഒരു മെയിൻ്റനൻസിന്റെ വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. റിലയബിലിറ്റിയെ പറ്റി അങ്ങനെ അധികം ഡിസ്കസ് ചെയ്യാറില്ലായിരുന്നു ഫിയറ്റിന്റെ കാര്യത്തിൽ. പക്ഷെ ഇപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, ഫിയറ്റ് ഇന്ത്യ വിട്ടുപോയ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇന്ത്യ വിട്ട് പോയ ഒരു ബ്രാൻഡിന്റെ വാഹനം, അതും സെക്കൻഡ് ഹാൻഡ് വാഹനം, നിങ്ങൾ ഫിയറ്റ് ഇപ്പം പുണ്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബബ്ലി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വാഹനം എന്ന് പറയുന്നത് 2010 അല്ലെങ്കിൽ 2012 ആ ഒരു കാലമുള്ള വാഹനങ്ങളായിരിക്കും കൂടുതൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ കാണുന്നത്. ഇപ്പോൾ ഒരു 10-12 വർഷം പഴക്കമുള്ളൊരു വണ്ടി, അത് ഇന്ത്യയിൽ ബ്രാൻഡ് ഇപ്പോൾ നിലനിൽക്കാത്തൊരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റെതായ ടെൻഷനുകളും കാര്യങ്ങളും കാണും. പക്ഷേ ഈ ഒരു 1.3യുടെ കാര്യത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, മെക്കാനിക്കൽ സൈഡ് നിങ്ങൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ എഞ്ചിൻ്റെ ടെക്നോളജി നമ്മുടെ നാട്ടിലുള്ള ഒരുവിധം എല്ലാ മെക്കാനിക്കൽക്കും അറിയാവുന്നതാണ്. അത്യാവശ്യം പണി അറിയാവുന്നവർ ഈ ഒരു 1.3 എന്തായാലും പണിയും. പിന്നെ സമയത്ത് മെയിൻ്റനൻസ് ചെയ്യണം. അതിന് ഏത് വണ്ടിയാണെങ്കിലും സമയത്ത് എഞ്ചിൻ ഓയിലും ബാക്കി ഫ്ലൂയിഡുകളെല്ലാം ചെക്ക് ചെയ്യണം. പാർട്സ് മാറേണ്ട സമയമാകുമ്പോൾ മെക്കാനിക്കൽ സൈഡ് പാർട്സുകൾ മാറണം. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിന് വലിയ കോസ്റ്റ് വരുന്നില്ല. നോർമൽ സ്വിഫ്റ്റ് കൊണ്ട് നടക്കുന്ന കോസ്റ്റൊക്കെ അതിൽ വരുന്നുള്ളൂ. പിന്നെ ഈ ഒരു വാഹനത്തിന്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം ഈ വാഹനത്തിൽ നമുക്കൊരു ഹൈഡ്രോളിക് പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ഓടിക്കുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ബോക്സിന് ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് ബോക്സിന് അത്യാവശ്യം പ്രൈസ് വരുന്നുണ്ട്. സ്വിഫ്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ബോക്സിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലാണ്. പക്ഷേ അവൈലബിലിറ്റി വലിയ ഇഷ്യൂ ഒന്നും ഇല്ല കേട്ടോ. സാധനം സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബുദ്ധിമുട്ട് വരുന്നത് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ടെയിൽ ലാമ്പ് അല്ലെങ്കിൽ പുറത്തെ കോസ്മെറ്റിക്സിൻ്റെ എന്തെങ്കിലും, ഇപ്പം ഫെൻഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കോസ്മെറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പാർട്സിന്റെ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്. അല്ലാത്ത പക്ഷേ എഞ്ചിൻ സൈഡും മെക്കാനിക്കൽ സൈഡും പാർട്സ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതധികം ടെൻഷൻ അടിക്കേണ്ട. പിന്നെ സർവീസ് സെന്ററിൽ കൊണ്ടുള്ള സർവീസും കാര്യങ്ങളൊന്നും ഇല്ല. പൊതുവെ നമ്മൾ അത്യാവശ്യം നല്ലൊരു മെക്കാനിക്കിനെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് പണിയിപ്പിക്കുന്നതായിരിക്കും ഉചിതം. അതേ നമുക്കിപ്പം കറന്റ് ഒരു ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ കൃത്യസമയത്ത് മെയിൻ്റനൻസ് ചെയ്യിപ്പിക്കുക, എഞ്ചിൻ ഓയിൽ കൃത്യസമയത്ത് മാറുക. അതുപോലെ തന്നെ ഈ മൾട്ടിജെറ്റിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് സമയാസമയത്ത് ടൈമിംഗ് ബെൽറ്റ് റീപ്ലേസ് ചെയ്യുകയും സർവീസ് ചെയ്യുകയും ചെയ്യണം. അത് കൃത്യമായിട്ട് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾ ക്യാരി ഓവർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ അധികം ക്യാഷ് ബാർഗെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ വില കുറഞ്ഞ ഒരുപാട് കിലോമീറ്റർ ഓടിയുള്ള വണ്ടികൾ എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വാഹനം ഒരു 1 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്റർ ഓടുന്നത് കോമൺ ആട്ടോ. അപ്പം 1 ലക്ഷം കിലോമീറ്റർ ഓടിയത് കൂടുതൽ കിലോമീറ്റർ ആണെന്ന് പേടിച്ച് വണ്ടി എടുക്കാതിരിക്കേണ്ട. നല്ല കണ്ടീഷനിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. വലിയ തലവേദനയൊന്നും ഈ വണ്ടി നിങ്ങൾക്ക് തരില്ല. ബാക്കി നമ്മൾ പല യൂറോപ്യൻ കാർസ് എടുക്കുമ്പോഴും പറയാറുണ്ട്,
ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ചിലപ്പോൾ പണി തരാതിരിക്കാം, ചിലപ്പോൾ പണി തരാം. പക്ഷേ പുണ്ടോയുടെ കാര്യത്തിൽ അങ്ങനെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ടതായിട്ടുള്ള ഒരു പർച്ചേസ് ഒന്നും അല്ല. നല്ല ഇടിച്ചു പൊളിയാത്ത നല്ല കണ്ടീഷനുള്ള ഒരു വണ്ടി നോക്കിയെടുത്താൽ മാത്രം മതി. വേറെ നിങ്ങൾ ടെൻഷൻ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ പ്രധാന ഗുണമെന്ന് പറയുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം. കാല് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സിറിന്ന് അങ്ങ് കയറി പൊക്കോളും. അത് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ USP ആണ്. സ്വിഫ്റ്റിന്റെ ഒക്കെ USP ആയിട്ട് നമുക്ക് സ്വിഫ്റ്റ് 1.3ക്കും ഈ ഒരു ഇടിച്ചേറ്റൊക്കെ ഉണ്ട്. പക്ഷെ ടെർബോ ലാഗ് ഈ പറഞ്ഞ ഫിയറ്റ് പുണ്ടോയിൽ വളരെ മിനിമലാണ്. അപ്പോൾ അത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ വണ്ടി ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല പ്ലാന്റഡ് ഫീലാണ്. ഒരു കർവിലൊക്കെ നിങ്ങൾ ത്രോട്ടിൽ കൊടുത്താലും ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് പോകുന്ന ഫീലോ അല്ലെങ്കിൽ സഡൻ ബ്രേക്കിങ്ങിലൊന്നും നിങ്ങൾക്ക് ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഫീല് വാഹനം സമ്മാനിക്കുന്നില്ല. ഡൈനാമിക്കലി നല്ല സ്റ്റേബിളാണ് വണ്ടി. പിന്നെ സിറ്റി ട്രാഫിക്കിൽ ഓടിച്ച് നടക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലാണെങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ടില്ല. ഈവൻ ഈ വണ്ടിയുടെ സ്റ്റിയറിങ്ങിന് പ്രശ്നം ഉണ്ടായിട്ട് കൂടി വലിയൊരു ബുദ്ധിമുട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇല്ല കേട്ടോ, അത് എടുത്തു പറയണം. ക്ലച്ച് വളരെ ലൈറ്ററാണ്. നമുക്ക് കാല് വെക്കുന്നിടം കുറച്ച് ക്രാംഡാണ്. കാര്യം ഇതിൻ്റെ ഡെഡ് പെഡൽ എനിക്കിപ്പോൾ ഞാൻ ഇത്ര നേരം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എർഗണോമിക്സ് വൈസ് അങ്ങനെ കുറച്ച് ഞെരുക്കം പിടിക്കൊക്കെ ഉണ്ടെങ്കിലും ക്ലച്ച് വളരെ ലൈറ്റാണ്. ചവിട്ടാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. സ്റ്റിൽ ഈ വണ്ടിയുടെ ക്ലച്ചിന് വലിയ ഓടിക്കുമ്പോഴായാലും വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നോർമലി നമ്മൾ പഴയ വണ്ടികൾ ഓടിക്കുമ്പോൾ ആ ഒരു സ്പ്രിങ് അല്ലെങ്കിൽ സ്പോഞ്ചിനെസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈവൻ ഈ വണ്ടിയുടെ കാര്യത്തിൽ അതൊന്നുമില്ല. എനിക്കിപ്പോൾ ഓടിച്ചു തുടങ്ങിയപ്പം പ്രശ്നമായിട്ട് തോന്നിയത് ഇതിൻ്റെ MID വർക്ക് ചെയ്യാത്തതേ ഉള്ളൂ. ഈ വണ്ടിയും 1,00,000 മേളിൽ കിലോമീറ്റർ ഓടിയ ഒരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ മീറ്റർ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ MID കറക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കൃത്യം എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാൻ പറ്റും. എന്തായാലും 1,50,000 മേളിൽ ഓടിയൊരു വണ്ടിയാണ്. പക്ഷെ ഒരിക്കലും ഈ വണ്ടിയിൽ കയറി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ കാല് കൊടുക്കുമ്പോൾ ഇത്രയും പഴക്കമുള്ളൊരു വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. ഈ വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്ലച്ചിൻ്റെ കൂടെ തന്നെ പറയുന്ന മറ്റൊരു കാര്യമാണ് ഗിയർ ഷിഫ്റ്റിങ്. വളരെ സ്ലിക്ക് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആണ്. സ്റ്റിൽ ഇതാണ് ഇപ്പോൾ ഞാൻ 5th ഇട്ട് കഴിഞ്ഞാൽ സുഖത്തെ വീടാൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു വാഹനം നോർമൽ മര്യാദ കാറുകളൊക്കെ ഓടിച്ച് നടന്നിട്ട് ഇതിലോട്ട് കയറുന്നവർക്ക് ആകെ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂറോപ്യൻ കാറുകൾ പോലെ ഇതിൻ്റെ വൈപ്പറിൻ്റെ കൺട്രോൾസ് റൈറ്റ് സൈഡിലും ഇൻഡിക്കേറ്ററിൻ്റെ ഹെഡ്ലാമ്പ്സിൻ്റെയും കൺട്രോൾസ് നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. ഫീച്ചേഴ്സിലോട്ട് വരുമ്പം അത്യാവശ്യം ഫീച്ചർ പാക്ഡ് ആയിട്ടുള്ളൊരു കാറായിരുന്നു ഫിയറ്റ് പുണ്ടോ. ഇതിൻ്റെ ഫുൾ ഓപ്ഷനൊക്കെ കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ്, കണ്ടമാനം ഫീച്ചേഴ്സ് അടിക്കി കൊടുത്തേക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞ 1.5 to 2.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ഓടിക്കാൻ അത്യാവശ്യം രസമുള്ള ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓടിക്കുമ്പം നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം വരുന്ന രീതിയിലുള്ള, അത് ഒരിക്കലും അപാർത്ഥ പുണ്ടോട് അത്രയും ഇല്ല എങ്കിലും നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം അല്ലെങ്കിൽ മനസ്സിലൊരു സന്തോഷം കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു വാഹനമാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു പ്രൈസ് ബഡ്ജറ്റിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഫിയറ്റ് പുണ്ടോ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയായിരുന്നു എനിക്ക് പറയണമെന്ന് തോന്നിയ കാര്യം. ഇതൊരു സെൻസിബിൾ സജഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മൾ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ്സിൽ പറയാം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പർട്ടിക്കുലർ വാഹനം ഞാൻ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പറയുക. ഇനി കൊല്ലം, ആലപ്പുഴ റീജിയനിലൊക്കെ ഉള്ളവരാണ്, നമ്മളെ കൊണ്ട് ഏതെങ്കിലും നിങ്ങളുടെ സ്വന്തം വാഹനം റിവ്യൂ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഞാൻ വന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് സന്തോഷം. എനിക്കൊരു വീഡിയോ ആവും, നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനൊരു അവസരം കിട്ടുകയാണ്. അതുപോലെ പുതിയ വാഹനങ്ങൾ എടുത്തൊരു യൂസർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അതിനും നമുക്ക് പറയാവുന്നതാണ്. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ് സെക്ഷൻ. സോ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.